കോഴിക്കോട് ICU പീഡനക്കേസിൽ നീതി തേടിയുള്ള അതിജീവിതയുടെ സമരത്തെ കണ്ടില്ലെന്ന് നടിച്ച് സംസ്ഥാന സർക്കാർ. സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ നടത്തുന്ന അനിശ്ചിതകാല സമരം 3 ദിവസം പിന്നിട്ട് കഴിഞ്ഞു. നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാൻ തന്നെയാണ് അതിജീവിതയുടെ തീരുമാനം. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ICU പീഡനക്കേസിലെ അതിജീവിതയുടെ നീതിക്കായുള്ള പോരാട്ടത്തെയാണ് സർക്കാർ കണ്ടിട്ടും കണ്ടില്ലെന്ന് നടിക്കുന്നത്. അതിജീവിതയ്ക്ക് നീതി ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി നൽകിയ പരാതിയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരുന്നു. എന്നിട്ടും ആവശ്യമായ ഇടപെടൽ നടത്താൻ സർക്കാർ ഇതുവരെയും തയ്യാറായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടുന്നുണ്ടെങ്കിലും നീതി ലഭിക്കും വരെ സമരം തുടരാൻ തന്നെയാണ് അതിജീവിതയുടെയും സമരസമിതിയുടെയും തീരുമാനം. പക്ഷേ ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നോ ഒരു മറുപടി എനിക്ക് ലഭിച്ചിട്ടില്ല. അപ്പോൾ തികച്ചും അത് നീതി നിഷേധമാണ്. ആരോഗ്യമന്ത്രി എപ്പോഴും പറയുന്നത് പോലെ അതിജീവിതക്കൊപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇത്രയും 3 ദിവസമായിട്ട് അവർ അതിജീവിത സമരത്തിലിരിക്കുന്നത് പോലും അവരറിഞ്ഞിട്ട് ഭാവം നടിക്കുന്നില്ല. പീഡനക്കേസിൽ പ്രതിക്ക് അനുകൂലമായി റിപ്പോർട്ട് സമർപ്പിച്ച ഗൈനക്കോളജിസ്റ്റിന്റെ ഇടപെടലിൽ അന്വേഷണം ആവശ്യപ്പെട്ട് അതിജീവിത പോലീസിൽ പരാതി നൽകിയിരുന്നു. പരാതിയിൽ കഴമ്പില്ലെന്ന പോലീസ് റിപ്പോർട്ടിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഇതുവരെ അനുകൂല തീരുമാനം ഉണ്ടായിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അതിജീവിത സമരം ശക്തമാക്കിയത്. വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ജനം, കോഴിക്കോട്.